കരിമണി. താഴേക്ക് പോകാം. നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ അവിടെയുണ്ട്. ശ്രീനാഥ് നന്ദിതയുടെ കൈപിടിച്ച് പതുക്കെ താഴേക്കിറങ്ങി. ഇരുവശത്തും ജീവനെ കുത്തിവലിക്കുന്ന പോലുള്ള താഴ്ച. അത് നന്ദിതയെ ഭീതിയിൽ അഴുത്തുന്നുണ്ട്. തെന്നി വീഴാതിരിക്കാൻ ശ്രീനാഥിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ നടന്നു. വണ്ടി വന്ന് നിൽക്കാൻ പാകത്തിനുള്ള കരിങ്കൽ കൂട്ടത്തിന് മുകളിൽ ശ്രീനാഥ് എത്തിച്ചേർന്നപ്പോൾ അവൻ്റെ നടത്തം നിർത്തി. മറ്റൊരു വെളുത്ത വാഹനം അവർക്ക് വേണ്ടി അവിടെ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. ഡോർ തുറന്ന് കട്ടി കണ്ണട വെച്ച ഒരാൾ അതിൽ നിന്നും ഇറങ്ങി. ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു മുഖം. ഹലോ ഡോക്ടർ. ശ്രീനാഥ് ആ സുമുഖനായ മധ്യവയസ്കന് ഹസ്തദാനം നൽകി. നന്ദിതയെ നോക്കി സൗമ്യമായെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം ശ്രീനാഥിനോട് ഇതാണല്ലേ ആൾ എന്നെ അർത്ഥത്തിൽ ആംഗ്യഭാഷയിൽ ചോദിച്ചു. അതേ എന്ന അർത്ഥത്തിൽ ശ്രീനാഥ് തലയാട്ടി. ഹലോ നന്ദിത, ഐ എം ഡോക്ടർ അലക്സ്. നന്ദിത ചിരിച്ചുകൊണ്ട് കൈകൂപ്പി. എന്നെ അറിയോ കുട്ടിക്ക്? അറിയാം. ആഹാ, എങ്ങനെ? ഇപ്പോൾ പരിചയപ്പെട്ടില്ലേ? അതല്ല, മുൻപരിചയമുണ്ടോന്നാ ചോദിച്ചേ. ഇല്ല, നന്ദിത പറഞ്ഞു. എന്നാൽ പരിചയമുള്ള ഒരാളെ കാട്ടിത്തരട്ടെ. എന്താണ് നടക്കുന്നതെന്നും നടക്കാൻ പോകുന്നതെന്നും നന്ദിതയ്ക്കൊരു ഊഹവുമില്ല. എങ്കിലും സമ്മതത്തോടെ അവൾ ഒന്നു മൂളി. ഇറങ്ങി വരൂ. ഡോർ തുറന്നു പിടിച്ചുകൊണ്ട് ഡോക്ടർ അലക്സ് അകത്തിരിക്കുന്ന ആളോടായി പറഞ്ഞു. വെളിയിലേക്ക് ഇറങ്ങി വരുന്ന രൂപം നന്ദിതയെ മുൻദിനങ്ങളിലെ കൂടിക്കാഴ്ചയെ ഓർമ്മിപ്പിച്ചു. അതെ, അദ്ദേഹം തന്നെ, പ്രഭയുടെ അച്ഛൻ. ഇന്ന് തറവാട്ടിൽ വെച്ച് ശ്രീയേട്ടനുമായിട്ടുള്ള പ്രഭയുടെ ബന്ധം നിഷ്കരുണമായി അറുത്തുമുറിച്ച് പടികടന്നു പോയ മനുഷ്യൻ. ഇദ്ദേഹം എന്താ ഇവിടെ ഈ രാത്രിയിൽ? മോൾ അറിയാത്ത ചില സത്യങ്ങളുണ്ട്. പറയാൻ വൈകിപ്പോയെന്നറിയാം. അതിന് ശ്രീനാഥിനെ മോൾ കുറ്റപ്പെടുത്തരുത്. മോളോട് പോലും പറയരുതെന്നുള്ള അവൻ്റെ തീരുമാനം ഒരർത്ഥത്തിൽ എനിക്കും എൻ്റെ മോൾക്കും അവൻ നൽകിയ രക്ഷയായിരുന്നു. അദ്ദേഹം തന്നെയാണ് സംഭാഷണത്തിന് തുടക്കമിട്ടത്. ഒരു ബാലികയുടെ കൗതുകം പൂണ്ട കണ്ണുകളോടെ നന്ദിത വാക്കുകൾക്ക് കാതോർത്തു. പ്രഭ, അവൾ ഞങ്ങളുടെ രക്തത്തിൽ പിറന്ന ഞങ്ങളുടെ സ്വന്തം മകളല്ല കുട്ടി, മരുമകളാണ്. എൻ്റെയും ശ്രീദേവിയുടെയും മകൻ്റെ ഭാര്യ. ഒറ്റ ശ്വാസത്തിൽ മേനോനത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ശ്വാസം അടക്കിപ്പിടിച്ച് കേൾക്കുകയാണ് നന്ദിത. മകനോ? അതെ. കോടികളുടെ ബിസിനസ് സമുച്ചയം സ്വന്തം അധ്വാനം കൊണ്ട് ആ മറുനാട്ടിൽ കെട്ടിപ്പൊക്കിയ ഈ ജഗന്നാഥ മേനോൻ്റെയും എൻ്റെ ഭാര്യ ശ്രീദേവിയുടെയും ഒറ്റപുത്രൻ ഋഷി. ദൂർത്തടിക്കാൻ കോടികളായിരുന്നു ഞാൻ അവൻ്റെ മുൻപിൽ എറിഞ്ഞു കൊടുത്തത്. ചോദിക്കുന്നതിന് മുൻപേ അവൻ്റെ മനസ്സിൽ മുളപൊട്ടുന്ന ആഗ്രഹങ്ങൾ അതോരോന്നും ഞാൻ സാധിച്ചു കൊടുത്തിരുന്നു. അന്നൊക്കെ ദേവി വിലക്കിയിട്ട് ഞാനത് കാര്യമാക്കിയില്ല. അവൻ എൻ്റെ ജീവനായിരുന്നു. അവനും ഞാനും എൻ്റെയും ശ്രീദേവിയുടെയും ആഗ്രഹങ്ങൾക്കൊത്തായിരുന്നു അവൻ്റെ ജീവിതം. ഞങ്ങൾക്കിഷ്ടപ്പെടാത്ത ഒന്നും അവൻ്റെ ജീവിതത്തിലില്ലായിരുന്നു. ഒന്നൊഴിച്ച്. കണ്ണടയൂരി തൻ്റെ ഈർന്നണിഞ്ഞ കണ്ണുകൾ പതിയെ തുടച്ചുകൊണ്ട് അദ്ദേഹം വീണു പോകാതിരിക്കാനായി കാറിനരികിലേക്ക് തളർന്നു ചാരി നിന്നു. അതവളായിരുന്നു പ്രഭ. നന്ദിത നടുങ്ങിപ്പോയി. ഇഷ്ടമല്ലാത്തതോ? അപ്പോൾ ഇത്രയും നാൾ മകളാണെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നത്? അപ്പോൾ ഋഷി എവിടെ? ശ്രീയേട്ടനും ഈ കുടുംബവും തമ്മിൽ എന്താ ബന്ധം? 1000 ചോദ്യങ്ങൾ ശരങ്ങൾ പോലെ അവളുടെ മനസ്സ് മുറിവേൽപ്പിച്ചുകൊണ്ട് പാഞ്ഞുപോയി. പ്രഭ എൻ്റെ കമ്പനിയിൽ വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ശ്രീധരൻ്റെ മകളായിരുന്നു. ദുബായിലെ കമ്പനിയിലേക്ക് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യിക്കാനും നാട്ടിലെ അതിൻ്റെ നീക്കുപോക്കുകൾ കൈകാര്യം ചെയ്യാനും നാട്ടിൽ ഞാൻ തുടങ്ങിയ അത്രയും വിപുലമല്ലാത്ത ഒരു കമ്പനി. അത് തുടങ്ങിയതിനടുത്തുള്ള പാവങ്ങൾക്ക് കൂടി ഒരു ഉപജീവന മാർഗം എന്ന ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. നോക്കി നടത്തിയിരുന്ന കമ്പനികളിൽ ഇൻകം ടാക്സ് എൻക്വയറീസ് ഉണ്ടായപ്പോൾ നാട്ടിലേക്ക് കുറച്ച് നാളത്തേക്ക് പോകാനോ അവിടുത്തെ കമ്പനിയുടെ നടത്തിപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനോ എനിക്ക് പറ്റാണ്ടായി. അതിനുവേണ്ടി ഞാൻ ഋഷിയെ നാട്ടിലേക്ക് അയച്ചു. അവന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊരിക്കലും എൻ്റെ മകൻ ഒളിച്ചോടിയിരുന്നില്ല. നാട്ടിൽ വന്നിറങ്ങിയ അവൻ കമ്പനിയുടെ ചുമതല പൂർണ്ണ മനസ്സോടെ ഏറ്റെടുത്തു. ആ ഇടയ്ക്കാണ് ശ്രീധരൻ ഏതോ ആക്സിഡൻറ്റിൽപ്പെട്ട് വയ്യാതെ കിടപ്പാകുന്നത്. അയാൾക്ക് സ്വന്തമെന്ന് പറയാൻ ഈ ഒരു മകൾ മാത്രമേ ഉള്ളൂ. ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാതെ അച്ഛൻ്റെ ജോലി മകൾ ഏറ്റെടുത്തു.
അതിനുള്ള അനുവാദവും ഞാൻ തന്നെയാണ് കൊടുത്തത്. ദിവസങ്ങൾ ഒരുപാട് കടന്നുപോയി. ഋഷിക്ക് തിരിച്ചു വരണമെന്നും ഞങ്ങളെ കാണണമെന്നുമുള്ള ആദ്യ ദിവസങ്ങളിലെ ഫോൺ വിളി ആ ആഗ്രഹമൊന്നും പിന്നീട് ഞങ്ങൾ കണ്ടില്ല. ഒന്ന് രണ്ട് വട്ടം ശ്രീദേവി ഇതിനെക്കുറിച്ച് എന്നോട് സൂചിപ്പിച്ചെങ്കിലും ഞാനത് ശ്രദ്ധയിൽപ്പെടുത്തിയുമില്ല. ദുബായിലെ പ്രോബ്ലംസ് എല്ലാം സെറ്റിൽ ചെയ്ത് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു. ഋഷിക്ക് എൻ്റെ വരവിനെക്കുറിച്ച് ധാരണയില്ല. തിരിച്ചു പോകുമ്പോൾ അവനെയും കൂട്ടാവുന്ന ഉദ്ദേശത്തോടെയാണ് എൻ്റെ യാത്ര. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ചോർന്നുപോയ ധൈര്യത്തെ വീണ്ടെടുത്ത് അദ്ദേഹം തുടർന്നു. ഏതൊരച്ഛനും സഹിക്കാൻ പറ്റാത്തതായിരുന്നു അത്. ഋഷിയും പ്രഭയും കാണാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിൽ ഞാനിന്ന് കണ്ടു. അവിടെ പണവും പ്രതാപവും അഭിമാനവും കൈമുതലാക്കി തല ഉയർത്തി ജീവിക്കുന്ന എന്നെപ്പോലൊരാൾക്ക് എൻ്റെ മകൻ്റെ ആ പ്രവൃത്തി അങ്ങേയറ്റം അപമാനകരമായിരുന്നു. രണ്ടുപേരെയും ഒരുപോലെ തെറ്റുകാരായി രണ്ടുപേരും ഒരുപോലെ തെറ്റുകാരായിരുന്നെങ്കിലും കരണം പുകച്ചതും കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളിയതും ഞാൻ അവളെയായിരുന്നു. കാരണം എൻ്റെ മകൻ എനിക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് അവനെ നുള്ളി നോവിക്കാൻ എനിക്കാവില്ലായിരുന്നു. എല്ലാം ഞാൻ ക്ഷമിച്ചു. ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ ചാബല്യം അങ്ങനെ കരുതി. അവളെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. പിറ്റേ ദിവസം അവനെയും കൊണ്ട് ഞാൻ ദുബായിലേക്ക് തിരിച്ചു പോകാനായിരുന്നു ശ്രമിച്ചത്. പക്ഷേ കെട്ടി ഒതുക്കി വെച്ച പെട്ടികൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവനൊരു ഭ്രാന്തനെ പോലെ അലറി. ജീവന് തുല്യ സ്നേഹിക്കുന്ന അവൻ്റെ പ്രഭയെ ഉപേക്ഷിക്കാൻ അവനാവില്ലത്രേ. ഞങ്ങൾ തരാത്ത എന്ത് സ്നേഹമാണ് അവളിൽ നിന്ന് കിട്ടിയതെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാലിപ്പോൾ നന്ദിതയുടെയും ശ്രീയുടെയും അന്നെൻ്റെ മകൾ പങ്കുവച്ച സ്നേഹത്തെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ശ്രീനാഥിനെ നോക്കി മേനോൻ വിഷമത്തോടെ പുഞ്ചിരിച്ചു. എന്നിട്ട് നന്ദിത ഉദ്വേഗത്തോടെ നോക്കി. ഞാൻ അവനെ വേദനിപ്പിച്ചില്ല. അനുനയത്തിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ പ്രഭ എന്ന പേര് അവൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അവനോടൊന്നും പറഞ്ഞിട്ട് രക്ഷയില്ലെന്ന് മനസ്സിലായി. പക്ഷെ എൻ്റെ അഭിമാനത്തിന് അവരുടെ ബന്ധം ഒരിക്കലും സ്വീകാര്യമായ ഒന്നായിരുന്നില്ല. ജാതിയേറെ, സാമ്പത്തിക സ്ഥിതിയിൽ ഒരുപാട് അന്തരം. എന്തുകൊണ്ടും ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത ബന്ധം. അവസാനം ഒരു അറ്റകൈ പ്രയോഗത്തിന് തന്നെ ഞാനൊരുങ്ങി. പക്ഷെ അത് അതെൻ്റെ മകൻ്റെ ജീവൻ എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. അതുവരെ ഉണ്ടായിരുന്ന ഗൗരവം അത് വെടിഞ്ഞുകൊണ്ട് ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ അദ്ദേഹം കരഞ്ഞു. നന്ദിത മിഴിച്ചു നിന്നു. എന്ത്? കേട്ടത് വിശ്വാസം വരാതെ നന്ദിത ഒന്നുകൂടി എടുത്തു ചോദിച്ചു. അതെ, ഒരർത്ഥത്തിൽ ഞാനാണ് അവൻ്റെ ഘാതകൻ. അവന് ജന്മം നൽകിയ സ്വന്തം അച്ഛൻ. അവരെ രണ്ടാളെയും ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് മനസ്സിലായതോടെ എൻ്റെ കുഞ്ഞ് സ്വന്തം അച്ഛനെ ഭയന്ന് നാടുവിടാനൊരുങ്ങി. സ്നേഹിച്ച പെണ്ണിനെയും കൊണ്ട്. അവൻ്റെ പദ്ധതി മുൻകൂട്ടി അറിഞ്ഞ ഞാൻ ഒരു മുഴം മുന്നേ എറിഞ്ഞു. കോടികളുടെ കൈമുതലുള്ള എനിക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകളുടെ സഹായികളുണ്ടെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. സ്വന്തം മകനോടുള്ള സ്വാർത്ഥമായ സ്നേഹത്തിൽ അന്ധനായിപ്പോയി ഞാൻ. ആ പാവം പെൺകുട്ടിയും ഒരാളുടെ മകളാണെന്ന കാര്യം മറന്നു. വഴിനിരത്തിൽ അവളെ തീർക്കുക, അവൻ്റെ ബോധം മറിക്കാനുള്ള വഴിയും അവർക്കറിയായിരുന്നു. അവസാനം എൻ്റെ മകൻ എൻ്റെ അടുത്ത് തന്നെ എത്തുമെന്ന് കരുതി. അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷേ ജീവനറ്റുപോയ ശവമായിട്ട്. വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ ആ മനുഷ്യൻ നീറിപ്പടയുന്നത് നന്ദിത നിർമ്മിഴികളോടെ നോക്കി നിന്നു പോയി. ലക്ഷ്യമിട്ടതുപോലെ ഒന്നും നടന്നില്ല. എൻ്റെ പൊന്നുമോനെയും കൊണ്ടുപോയി. അവളെ ഉപദ്രവിക്കാൻ ചെന്നപ്പോൾ അവന്മാർക്ക് മുമ്പിൽ തടസ്സം നിന്നതാണ്. വാക്കേറ്റത്തിനൊടുവിൽ അവന്മാർ അവനെ തളർന്ന അവശനായി അയാൾ നിലത്തേക്ക് കുഴിഞ്ഞു വീഴാൻ പോയി. ശ്രീനാഥ് അദ്ദേഹത്തെ താങ്ങിപ്പിടിച്ചു. അദ്ദേഹം പിന്നെയും എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഡോക്ടർ അലക്സ് അവളുടെ മുൻപിലേക്ക് വന്നത്. പ്രഭ ആരാണെന്നുള്ള ചോദ്യത്തിന് ഒരു ഏകദേശം മറുപടി കിട്ടിയില്ലേ കുട്ടിക്ക്? പക്ഷേ മനസ്സിലായി കുട്ടി, ശ്രീനാഥിന് ഇതിലുള്ള റോള്. അതാണ് ഇയാളെ വീണ്ടും കുഴപ്പത്തിലാക്കുന്നത് അല്ലേ? നന്ദിത നിശബ്ദം നിന്നു. ചെറിയൊരു മൗനത്തിന് ശേഷം ഡോക്ടർ അലക്സ് തുടർന്നു. അതിനുത്തരം തരേണ്ടയാൾ ഞാനാണ്.
തുടരും.